ഹൗ ആൻഡ് മച്ച്. ഈ രണ്ട് വാക്കുകളും ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഹൗ മച്ച്. പ്രത്യേകിച്ചും പൈസയുടെ കാര്യത്തിൽ നമ്മൾ ഈ വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ വില, കോസ്റ്റ് ചോദിക്കുമ്പോഴാണ് ഹൗ മച്ച് എന്ന് ചോദിക്കുന്നത്. ഇനി ഹൗ മച്ച് ഈസ് ഇറ്റ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഹൗ മച്ച് ഈസ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഈസ് എന്നതാണ് വേർബ്, ഇറ്റ് എന്നത് സബ്ജക്റ്റ്. ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്നും ചോദിക്കാം. കോസ്റ്റ് എന്നത് മെയിൻ വേർബ്, ഡസ് എന്നത് ഹെൽപ്പിംഗ് വേർബ്, ഇറ്റ് എന്നത് സബ്ജക്റ്റ്. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, എന്താണ് അതിൻ്റെ വില? ഈ ഒരു ക്വസ്റ്റ്യൻ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് വേണമെങ്കിൽ ഹൗ മച്ച് മണി ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് ചോദിക്കാം. പക്ഷേ മണി എന്ന ഒരു ഓബ്ജക്റ്റ് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ മതി. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹൗ മച്ച് മണി ഈസ് ഇറ്റ് അങ്ങനെയും ചോദിക്കാം. ഹൗ മച്ച് ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാലും കറക്റ്റ് തന്നെ. ഇനി ഒരു വസ്തുവിൻ്റെ വിലയാണെങ്കിലാണ് ഹൗ മച്ച് ഈസ് ഇറ്റ് എന്ന് ചോദിക്കുന്നത്. ഇറ്റ് എന്നാൽ അത് എന്നല്ലേ. ഹൗ മച്ച് ആർ ദേ എന്ന് ചോദിച്ചാൽ കൂടുതൽ വസ്തുക്കളുടെ വില ചോദിക്കുമ്പോൾ അങ്ങനെയാവാം. ദേ എന്നത് സബ്ജക്റ്റ്, ആർ എന്നത് വേർബ്. ഇവയ്ക്ക് എന്താണ് വില? കുറച്ച് ബുക്സ് ഇരിക്കുന്നു, ആ ബുക്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൗ മച്ച് ആർ ദേ എന്ന് ചോദിച്ചാൽ അവയ്ക്ക്, ആ ബുക്കുകൾക്ക് എന്താണ് വില? ഇതിനൊക്കെ എങ്ങനെ ആൻസർ പറയും? ഇറ്റ്സ് ₹10, ഇറ്റ്സ് ₹100, ഇറ്റ് കോസ്റ്റ് ₹100 എന്നൊക്കെ പറയാം. ഹൗ മച്ച് ആർ ദേ എന്നാണെങ്കിൽ ദേ ആർ ₹10, ദേ ആർ ₹100. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ എങ്ങനെയാണ് പറയുക? ഇറ്റ് കോസ്റ്റ് ₹100. ഇനിയും വില ചോദിക്കാൻ വേറെയും വഴികളുണ്ട്. ഹൗ മച്ച് ഡസ് ഇറ്റ് ഗോ ഫോർ എന്ന് ചോദിക്കാം. ഹൗ മച്ച് ഡസ് ഇറ്റ് ഗോ ഫോർ? ഇവിടെ ഡസ് ഹെൽപ്പിംഗ് വേർബ്, ഇറ്റ് സബ്ജക്റ്റ്, ഗോ എന്നത് മെയിൻ വേർബ് ആണ്. ഇനി നമുക്ക് നെഗോഷ്യബിൾ കോസ്റ്റ് ചോദിക്കുമ്പോൾ വില പേശാവുന്ന ചില സന്ദർഭങ്ങളും ഇല്ലേ? അതാണ് നെഗോഷ്യബിൾ ആയിട്ടുള്ള കോസ്റ്റ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചോദിക്കേണ്ടത് ഹൗ മച്ച് ഡു യു വാണ്ട് ഫോർ ഇറ്റ്? ഹൗ മച്ച് ഡു യു വാണ്ട് ഫോർ ഇറ്റ്? നിങ്ങൾക്ക് എത്രയാണ് ഇതിന് വേണ്ടത്? വാണ്ട് എന്നതാണ് അവിടെ മെയിൻ വേർബ്, ഡു ഹെൽപ്പിംഗ് വേർബാണ്, യു സബ്ജക്റ്റ്, ഫോർ എന്നത് പ്രപ്പോസിഷൻ. ഹൗ മച്ച് വുഡ് യു ബി വില്ലിംഗ് ടു ആക്സെപ്റ്റ് ഫോർ ഇറ്റ്? ഹൗ മച്ച് വുഡ് യു ബി വില്ലിംഗ് ടു ആക്സെപ്റ്റ് ഫോർ ഇറ്റ്? ഇത് ഒരുപാട് വിലപിടിച്ച സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഹൗ മച്ച് വുഡ് യു ബി വില്ലിംഗ് ടു ആക്സെപ്റ്റ് ഫോർ ഇറ്റ്? എത്ര സ്വീകരിക്കാനാണ് നിങ്ങൾക്ക് സമ്മതം? അപ്പോൾ നിങ്ങൾ എത്രയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ വില എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വലിയ വില പിടിച്ച കാറുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഹൗ മച്ച് വുഡ് യു ബി വില്ലിംഗ് ടു ആക്സെപ്റ്റ് ഫോർ ഇറ്റ്? ആക്സെപ്റ്റ് എന്നാൽ സ്വീകരിക്കുക, വില്ലിംഗ് ടു എന്നാൽ സമ്മതം ആവുന്നത്, എത്ര തന്നാലാണ് നിങ്ങൾക്ക് സമ്മതമാവുന്നത് എന്നാണ് അതിനർത്ഥം. ഇനി സാലറി അല്ലെങ്കിൽ വേജസ് ഇതൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഹൗ മച്ച് ഡു യു മേക്ക്? ഹൗ മച്ച് ഡു യു മേക്ക്? അവിടെയും ഹൗ മച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഡു ഹെൽപ്പിംഗ് വേർബ്, യു സബ്ജക്റ്റ്, മേക്ക് എന്നത് മെയിൻ വേർബ്. ഇനി വേറൊരു തരത്തിലും ചോദിക്കാം. ഹൗ മച്ച് മണി ഡു യു മേക്ക്? എത്ര പൈസയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? അതിനെങ്ങനെ ആൻസർ പറയും? ഐ മേക്ക് ₹3 lakh പെർ ഇയർ. ഐ മേക്ക് ₹1 lakh പെർ ഇയർ. ഐ മേക്ക് ₹50,000 പെർ മന്ത്. ഐ മേക്ക് ₹1,000 പെർ അവർ. ഇങ്ങനെയൊക്കെ പറയാം. പലപ്പോഴും സാലറിയൊക്കെ കിട്ടുമ്പോൾ ടാക്സ് അതുപോലെയുള്ള ഡിഡക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടല്ലേ സാലറി കിട്ടുക. അപ്പോൾ മുഴുവനായിട്ടും ഈ ടാക്സ് ഡിഡക്ഷനൊന്നും ഇല്ലാതെ കിട്ടുന്ന സാലറിയെ നമ്മൾ ഗ്രോസ് സാലറി എന്നല്ലേ പറയുക. അപ്പോൾ ഹൗ മച്ച് ഈസ് യുവർ ഗ്രോസ് സാലറി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് കിട്ടുന്ന ഈ ഡിഡക്ഷൻസ് ഒന്നും ഇല്ലാതെ കിട്ടുന്ന സാലറി എത്രയാണ്? ഹൗ മച്ച് ഈസ് യുവർ ഗ്രോസ് സാലറി? ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ, ടാക്സ് മറ്റുള്ള ഡിഡക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെ ചോദിക്കുക? ഹൗ മച്ച് ഈസ് യുവർ നെറ്റ് സാലറി? നെറ്റ് സാലറി എന്ന് പറയുമ്പോൾ എല്ലാ ഡിഡക്ഷൻസും കഴിച്ച് കിട്ടുന്ന പൈസ. അപ്പോൾ ഹൗ മച്ച് ഈസ് യുവർ ഗ്രോസ് സാലറി, ഹൗ മച്ച് ഈസ് യുവർ നെറ്റ് സാലറി എന്നൊക്കെ നമുക്ക് പലതരത്തിൽ ചോദിക്കാം ഹൗ മച്ച് ഉപയോഗിച്ചുകൊണ്ട്.